ഹലോ ഗായ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ PSC ബിഗിനേഴ്സിനായിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ 6 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ലെങ്ത് കൂടുതലാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് അല്ലെങ്കിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ PSC അതായത് +2 കഴിഞ്ഞോ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾ ആരെങ്കിലും PSC പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ 6 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യാം. 10th ലെവലാണോ, +2 ലെവലാണോ, ഡിഗ്രി ലെവലാണോ, ഏത് എക്സാം ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ സിലബസ് ഗൂഗിളിൽ കാണും. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഓക്കെ, പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം എന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഔട്ട് ഓഫ് സിലബസിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് SCRT പാഠപുസ്തകങ്ങളാണ്. ഇപ്പോൾ PSC നടത്തുന്ന എക്സാമുകളിൽ 80% ചോദിക്കുന്നത് SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അപ്പം സോഷ്യൽ സയൻസ് ഓക്കെ, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിനടുത്തുള്ള പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ടെക്സ്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകങ്ങൾ അധികം ഓവറായിട്ട് വലിച്ചു വാരി കൊടുത്തേക്കണം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ, അതായത് SCRT പാഠപുസ്തകങ്ങളെ കാര്യങ്ങൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇറക്കിയ റാങ്ക് ഫയലുകളുണ്ട്. ഓരോ പബ്ലിക്കേഷൻസ് ഇറക്കിയ റാങ്ക് ഫയലുണ്ട്. അതിൽ പറഞ്ഞതുപോലെ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട് SCRT ബേസ്ഡ് ആയിട്ടുള്ള. 2 എന്ന് പറയുന്നത് ഒന്നാമത്തത് പ്രൈം PSCയുടെ പബ്ലിക്കേഷൻസ് ആയ പള്ളിക്കുടം. ഓക്കെ, SCRT പള്ളിക്കുടം എന്ന് പറഞ്ഞിട്ട് ഒരു റാങ്ക് ഫയൽ ഉണ്ട്. രണ്ടാമത് വരുന്നത് ടാലന്റ് അക്കാഡമിയുടെ പബ്ലിക്കേഷൻ ആണ് SCRT അറിവിടം. ഓക്കെ, SCRT അറിവിടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. ഓക്കെ, ഇപ്പൊ എല്ലാം പഠിച്ചതിന് ശേഷം എക്സാം എഴുതി നോക്കൂ എന്ന് ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കരുത്. അത് തെറ്റാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ്, ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വീതം ചെയ്യുക. പിന്നെ അത് പറഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എത്ര വേണം നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടുക, ഡൗൺലോഡ് ചെയ്ത് വെച്ച് ചെയ്യാവുന്നതാണ്. അത് തന്നെ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. അടുത്ത് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പൊ അതിനും നിങ്ങൾക്ക് റാങ്ക് ഫയൽ വാങ്ങാനായിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു നല്ല പബ്ലിക്കേഷന്റെ റാങ്ക് ഫയൽ വാങ്ങാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അനുബന്ധ വിവരങ്ങൾ അടങ്ങിയ റാങ്ക് ഫയലുകൾ കിട്ടും. ടാലന്റ് അക്കാഡമി ഇറക്കിയതുണ്ട്, പ്രൈം PSC ഇറക്കിയതുണ്ട്, അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ലക്ഷ്യ ഇവരൊക്കെ ഇറക്കിയതുണ്ട് കേട്ടോ. ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു റാങ്ക് ഫയൽ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതും നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക്കേഷനുണ്ട്. പക്ഷെ എല്ലാ പബ്ലിക്കേഷന്റെയും വാങ്ങിച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ജസ്റ്റ് ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ, ഓക്കെ, ഏതെങ്കിലും ഒരു നല്ല പബ്ലിക്കേഷൻ എടുത്താൽ മതി. ഓക്കെ, ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫേഴ്സ് എന്ന മേഖലയിൽ കാണിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവസാനം നോക്കാനെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അവസാനം ആകുമ്പോൾ എല്ലാം ഒരുപാട് കാണും. ഒരു വർഷം 1.5 വർഷത്തെ കറണ്ട് അഫേഴ്സ് കാണും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2026 ഈ ഒരു വർഷത്തെ അവസാനത്തെ ഡിസംബറിൽ ഒരു PSC എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പകുതി മുതലുള്ളത്, ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഒരു മാർച്ച് ജൂൺ മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫേഴ്സ് ഫുൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ചില ഇതുണ്ട്, നമ്മുടെ അവാർഡുകള്, പിന്നെ വേദികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തേക്ക് നോക്കേണ്ടി വരും. പക്ഷെ ബാക്കി കറണ്ട് അഫേഴ്സ് വന്നിട്ട് 1.5 ഇയർ മുതലുള്ളത് നോക്കണം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പകുതി മുതലുള്ളത് നോക്കേണ്ടി വരും. അപ്പൊ അവസാനം കൊണ്ടിട്ട് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. ഒരു കുന്നോളം കാണും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നും. അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ മാർക്ക് പോകും. 10th ലെവൽ എക്സാമിന് 20 മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെയിലിയുള്ള കറണ്ട് അഫേഴ്സ് വായിച്ച് പോകാനായിട്ട്, ഡെയിലി പത്രം വായിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഡെയിലി പത്രം വായിക്കുന്നത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഡെയിലി കറണ്ട് അഫേഴ്സ് വരുന്ന ടെലഗ്രാം ചാനലുകളിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ എൻട്രിക്കാര്, ലക്ഷ്യ, ടാലന്റ് ഇവരെല്ലാം വീക്കിലി കറണ്ട് അഫേഴ്സും മന്ത്ലി കറണ്ട് അഫേഴ്സും അവരുടെ ചാനലുകളിൽ ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്ന ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ജസ്റ്റ് പഠിച്ചു പോവുക എന്നതിലെല്ലാം കാര്യം റിവിഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ
ഓരോ ദിവസത്തെ ടൈം ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാം എന്നതിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാവുന്നതാണ്.